ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ചോറിനോട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 1/4 ടീസ്പൂണും കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചുവന്ന മുളകില്ലേ, അത് 1 2 മതിയാവും. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം തന്നെ നമ്മളിതിലേക്ക് ഒരു പിഞ്ചോളം നമ്മളെ ചെറിയ ജീരകം ഉണ്ടല്ലോ, വെള്ളമൊക്കെ കാച്ചുന്ന ആ ഒരു ജീരകം കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിന് രണ്ടും കൂടി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളിത് അതിലേക്ക് കുറച്ച് ഇഞ്ചി, ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ചെറിയൊരു പീസ് മതിയാവട്ടെ, ഒരുപാട് വലിപ്പമുള്ളൊന്നും വേണ്ട, ചെറിയൊരു പീസ് ഇഞ്ചി മതിയാവും. അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സവാള ആയിട്ട് എടുത്തിട്ടുള്ളത്, വലിയ സവാള ആയതുകൊണ്ട് തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സവാള ഇട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് വഴറ്റിയെടുത്താൽ മതി, കളറൊന്ന് മാറി തുടങ്ങിയാൽ മതി. ഒരുപാട് വഴറ്റി അങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിന് കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ സവാളയ്ക്ക് ഏകദേശം ഒന്ന് വഴന്നിതാ ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 1 2 ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാനിപ്പോൾ 2 ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറിയൊരു തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള തക്കാളി മതിയാവും, ഒരുപാട് വലിപ്പമുള്ള വേണ്ട കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഏകദേശം അത് രണ്ടും ഒന്ന് കുക്കായിട്ട് കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് തൈര് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഉപ്പ് ചിലപ്പം കൂടി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ ആദ്യം ചേർക്കാം. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഇളക്കിയെടുക്കാം. ആ ഒരു മഞ്ഞളുടെ ആ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറിക്കിട്ടുന്നത് വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ സ്മെല്ലൊന്ന് മാറി വരട്ടെ. അപ്പോൾ ഇപ്പോൾ ഇതാ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഏകദേശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ആ ഒരു മഞ്ഞളിൻ്റെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് തൈര് ചേർക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്തത് കൊണ്ട് തന്നെ അധികം പുളിയില്ലാത്ത തൈരാട്ടോ നല്ലത്. അപ്പോൾ അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതേ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പോളം വെള്ളം കൂടി എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തൈരായതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് വെള്ളം എടുക്കുന്നത്. ഇനി കട്ടി കുറഞ്ഞ തൈരാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് മതിയാവട്ടെ. അപ്പം അധികം പുളിയില്ലാത്ത തൈരും കൂടിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1/2 കപ്പ് വെള്ളം കൂടി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഈ തൈര് ഒഴിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് ഇളക്കിയെടുക്കുക, തിളപ്പിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് ചൂടായിട്ട് വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളിതാ തൈരും ഒരു വെള്ളമൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് കട്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മതി കേട്ടോ. അതിന് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല കട്ടി തൈരായത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇതുപോലെ നല്ല കട്ടിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില അല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാട്ടോ ചെയ്യുന്നത്. ഇനി ഒരുപാട് ചൂടാക്കി എടുക്കേണ്ട, തൈരല്ലേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചൂടാക്കി എടുക്കേണ്ട. കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മൾ തക്കാളി മോര് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തേങ്ങയൊന്നും അരച്ച് വീതാതെ തന്നെ നല്ല കട്ടിയുള്ള മോര് കറി ഇതാ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു മോര് കറി റെഡിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഒരുപാട് കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒറ്റൊരു കറി വെച്ചിട്ട് ചോറ് നന്നായിട്ട് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.